1.5 വയസ്സിൽ ആരംഭിച്ച ശാസ്ത്രീയ സംഗീത പഠനം. ബോളിവുഡ് ഗാനങ്ങൾ അഭ്യസിപ്പിച്ചത് ചേച്ചി. സൂപ്പർ സ്റ്റാർ സിംഗറിൽ അവതരിപ്പിക്കാനുള്ള ഗാനങ്ങൾ ആവർഭുവിനെ പരിശീലിപ്പിച്ചത് +2 വിദ്യാർത്ഥിനിയായ അനിർവിന്നെയാണ്. CTVയുടെ കുട്ടികൾക്കായുള്ള റിയാലിറ്റി ഷോയുടെ തമിഴ് തെലുങ്ക് മത്സരങ്ങളിൽ അനിർവിന്യ പങ്കെടുത്തിരുന്നു. തമിഴിൽ സെമി ഫിനാലെ വരെ എത്തിയ അനിർവിന്യ തെലുങ്കിൽ 3rd റണ്ണറപ്പ് ആയിരുന്നു. അനിർവിന്യയ്ക്കൊപ്പം എത്തിയ അനിയന് ഷോയുടെ സംഘാടകർ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ അവസരം നൽകി. അന്നത്തെ 2 വയസ്സുകാരന് ബെസ്റ്റ് എൻ്റർടൈനറിനുള്ള സമ്മാനം നൽകിയാണ് ഷോ സംഘാടകർ അഭിനന്ദിച്ചത്. തെലുങ്കിലെ ആവർഭുവിൻ്റെ പ്രകടനം ഒരുപാട് ആരാധകരെയാണ് ഈ കുഞ്ഞു ഗായകന് സമ്മാനിച്ചത്. തെലുങ്ക് റിയാലിറ്റി ഷോയിൽ ആവർഭവ് ആലപിച്ച ഗാനങ്ങൾ വൻ പ്രചാരമാണ് നേടിയത്. ആവർഭവിൻ്റെയും അനിർവിന്യയുടെയും ആലാപനം ഇഷ്ടമായ പ്രാണം കമലാകർ എന്ന സംഗീതജ്ഞൻ ഇരുവരെയും തൻ്റെ അടുത്ത ആൽബത്തിനായി പാടാനായി ക്ഷണിച്ചു. AR റഹ്മാൻ്റെ ഫ്ലൂട്ടിസ്റ്റാണ് പ്രാണം കമലാകർ. ഉപകരണങ്ങളുടെ അകമ്പടി ഇല്ലാതെ ആവർഭുവിൻ്റെയും അനിർവിന്യയുടെയും ശബ്ദവും ആലാപന ഭംഗിയും മാത്രമാണ് അദ്ദേഹം ഗാനത്തിനായി ഉപയോഗപ്പെടുത്തിയത്. അദ്ദേഹം നേരിട്ട് കൊച്ചിയിലെത്തി സ്റ്റീഫൻ ദേവസിയുടെ സ്റ്റുഡിയോയിലാണ് റെക്കോർഡിംഗ് നടത്തിയത്. തുടർന്ന് 2 ഗാനങ്ങൾ കൂടി പ്രാണം കമലാകറിൻ്റെ സംഗീത സംവിധാനത്തിൽ ആവർഭവും അനിർവിന്യയും ആലപിച്ചു. ഇതിനിടെ പാൽത്തു ജാൻവർ, മലയാളി ഫ്രം ഇന്ത്യ എന്നീ സിനിമകളിൽ പാടാനുള്ള അവസരവും ആവർഭുവിനെ തേടിയെത്തി. ആവർഭവും അനിർവിന്യയും കർണാടക സംഗീതം അഭ്യസിക്കുന്നത് ആനന്ദ് കാവുംവട്ടം എന്ന സംഗീത അധ്യാപകനിൽ നിന്നാണ്. കോഴിക്കോട്ടെ പൊതുവിദ്യാലയത്തിലെ സംഗീതാധ്യാപകൻ കൂടിയാണ് ആനന്ദ് കാവുംവട്ടം. ഓൺലൈൻ വഴിയും നേരിട്ടും ആവർഭവും അനിർവിന്യയും മാഷിൽ നിന്ന് സംഗീതം അഭ്യസിക്കുന്നു. കുറേ അന്വേഷണങ്ങൾക്ക് ശേഷമാണ് ആനന്ദ് മാഷിനെ കുട്ടികൾക്ക് വേണ്ടി കണ്ടെത്തിയതെന്ന് ആവർഭുവിൻ്റെ അമ്മ PN സന്ധ്യ പറയുന്നു. സംഗീതത്തിൽ സപ്തസ്വരങ്ങളോടൊപ്പം വിനയവും ആവശ്യമാണെന്ന് ശിഷ്യരെ പഠിപ്പിക്കുന്ന മികച്ച അധ്യാപകനെ തന്നെ മക്കൾക്കായി കണ്ടെത്തിയതിൻ്റെ സന്തോഷവും അവർ പങ്കുവച്ചു. കോഴിക്കോട് വന്ന് ക്ലാസുകൾ പങ്കെടുക്കുന്നുമുണ്ട് ആവർഭവും അനിർവിന്യയും. ആവർഭുവിന് 4 വയസ്സ് പ്രായമുള്ളപ്പോൾ സോണി TVയിൽ നിന്ന് സൂപ്പർ സ്റ്റാർ സിംഗറിൽ പങ്കെടുക്കാനുള്ള ക്ഷണം ലഭിച്ചിരുന്നു. എന്നാൽ ആ സമയത്ത് കോവിഡ് കാരണം പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല. അന്നത് നടക്കാതിരുന്നത് നന്നായെന്ന് ആവർഭുവിൻ്റെ മാതാപിതാക്കൾ പറയുന്നു. അത്രയും കാലം കൂടി സംഗീതത്തിൽ കൂടുതൽ പരിശീലനം നേടാനായതും അത് കൂടുതൽ മികച്ച പ്രകടനത്തിന് ആവർഭുവിന് സഹായകമായെന്നുമാണ് അവർ പ്രതികരിച്ചത്. സോണി TV സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ 3 ഷോയ്ക്കായി 7 മാസമാണ് മുംബൈയിൽ താമസിക്കേണ്ടി വന്നത്. ഭക്ഷണവും താമസ സൗകര്യവും എല്ലാം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് ആവർഭുവിൻ്റെ അമ്മ സന്ധ്യ പറയുന്നു. നോർത്ത് ഇന്ത്യൻ ഭക്ഷണമായതിനാൽ ഭക്ഷണകാര്യത്തിൽ അല്പം പ്രയാസമുണ്ടായി. എങ്കിലും അതൊരു വിഷമമായി തോന്നിയില്ല. ചില നല്ല കാര്യങ്ങൾക്കായി കുറച്ച് ത്യാഗമൊക്കെ സഹിക്കേണ്ടതല്ലേ എന്ന് സന്ധ്യ ചോദിക്കുന്നു. ഏറ്റവും പ്രചോദനമായി തോന്നിയത് ഷോയിലെത്തിയ കലാകാരന്മാരുടെ ലാളിത്യവും എളിമയുമാണെന്ന് സന്ധ്യ പറയുന്നു. എത്ര വലിയ കലാകാരന്മാരായാലും ഏറെ താഴ്മയോടെ പെരുമാറുന്ന കലാകാരന്മാർ അത്ഭുതപ്പെടുത്തി. ഷോയിലെ ഇമോഷൻ മൊമെൻറ്റ്സ് എല്ലാം സ്വാഭാവികമായി സംഭവിച്ചതാണ്. ചെറിയ കുട്ടികളാണെങ്കിൽ പോലും അവർ അത്രയ്ക്ക് അറ്റാച്ച്ഡ് ആയിരുന്നു. പരസ്പരം പ്രോത്സാഹിപ്പിച്ചും സ്നേഹിച്ചും ഒരു കുടുംബം പോലെയായിരുന്നു. ഷോ അവസാനിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിഷമമായി. ആവർഭുവിൻ്റെ അച്ഛൻ KS സജിമോനോ അമ്മ സന്ധ്യയോ ഗായകരല്ല. സന്ധ്യയുടെ കുടുംബത്തിൽ ചിലർ പാടുമെന്നതല്ലാതെ ആരും തന്നെ സംഗീതരംഗത്ത് അറിയപ്പെടുന്നവരല്ല. സന്ധ്യയാണ് മക്കളുടെ സംഗീതയാത്രയിൽ ഏറ്റവും അധികം പിന്തുണ നൽകുന്നത്. ജോലി സംബന്ധമായ തിരക്കുകൾ കാരണം സജിമോൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ സാധിക്കാതെ വരാറുണ്ട്. KSEBയുടെ കേഫോൺ സൈറ്റ് എഞ്ചിനീയറാണ് സജിമോൻ. 7-ാം വയസ്സിൽ ദേശീയ തലത്തിലെ ഒരു മ്യൂസിക് റിയാലിറ്റി ഷോയിൽ ആവർഭവ് എന്ന 2-ാം വയസ്സുകാരൻ 1-ാം സ്ഥാനത്തെത്തുമ്പോൾ ഒട്ടും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം വാക്കുകൾ കൂട്ടിപ്പറയുന്നതിന് മുമ്പ് തന്നെ ഈ കുഞ്ഞു പ്രതിഭ പാടിത്തുടങ്ങിയിരുന്നു. കുട്ടികൾ വ്യക്തമായി വർത്തമാനം പറയുന്ന പ്രായത്തിൽ സംഗീതം അഭ്യസിക്കാൻ ആരംഭിച്ച ആവർഭവ് ചേച്ചി അനിർവിന്യ പങ്കെടുത്ത ടെലിവിഷൻ റിയാലിറ്റി ഷോകളിലൂടെയാണ് ആലാപന മത്സരരംഗത്തേക്ക് എത്തിയത്.